പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിവാദമായ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിനും മോർച്ചറിക്കും ശാപമോക്ഷമാകുന്നു. ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിൽ മോർച്ചറിയിൽ പുതിയ 4 ഫ്രീസറുകൾ എത്തിക്കുകയും സീവേജ് പ്ലാന്റ് അറ്റകുറ്റപ്പണി തുടങ്ങുകയും ചെയ്തു. എം വിജിൻ എംഎൽഎയുടെ ഇടപെടലിലൂടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്ന 2 ഗുരുതര പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. ദിനംപ്രതി ലക്ഷക്കണക്കിന് ലിറ്റർ മലിനജലം മെഡിക്കൽ കോളേജിൽ നിന്നും ഒഴുക്കിവിടുന്നുണ്ട്. ഇത് ദേശീയപാതയോരത്തെ സീവേജ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിച്ച് ശുദ്ധീകരിക്കാറാണ് പതിവ്. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് പ്രവർത്തനം നിലച്ച ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തുന്ന മലിനജലം ശുദ്ധീകരിക്കാതെ ദേശീയപാതയോരത്തും സമീപത്തുള്ള തോട്ടിലേക്കും ഒഴുക്കിവിടുകയാണ് ചെയ്യുന്നത്. തോട്ടിലെ വെള്ളത്തിൽ കലരുന്ന മാലിന്യങ്ങൾ പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളിലെത്തി വെള്ളം മലിനമാവുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് എംഎൽഎയുടെ ഇടപെടലിലൂടെ പ്ലാന്റ് താൽക്കാലികമായി അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നതിനുള്ള സാധ്യത തെളിഞ്ഞത്. ബുധനാഴ്ച മുതൽ അറ്റകുറ്റപ്രവൃത്തികൾ ആരംഭിച്ചു. കൂടാതെ എം വിജിൻ എംഎൽഎ മന്ത്രി എം പി രാജേഷുമായി നടത്തിയ ഇടപെടലിലൂടെ പുതിയതായി അതിനൂതനമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ 8 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലെ ഫ്രീസറുകൾ തകരാറിലായത് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. മോർച്ചറിയിലുള്ള 12 ഫ്രീസറുകളിൽ 5 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ 2 എണ്ണം അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിന് മാറ്റിവെച്ചതാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും മൃതദേഹങ്ങൾ എത്തുമ്പോൾ ബാക്കിയുള്ള 3 ഫ്രീസറുകൾ തികയാതെ കണ്ണൂരിലും മറ്റും കൊണ്ടുപോകേണ്ട അവസ്ഥയും പുറത്ത് സ്ട്രക്ചറിൽ സൂക്ഷിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട്. മൃതദേഹങ്ങൾ അഴുകിയ സംഭവങ്ങളും ഉണ്ടായതോടെ അടിയന്തരമായി പുതിയ ഫ്രീസറുകൾ സ്ഥാപിക്കുകയും മറ്റുള്ളവ റിപ്പയർ ചെയ്യുകയും വേണമെന്ന ആവശ്യവും ശക്തമായി. ഇപ്പോൾ പുതിയ 4 ഫ്രീസറുകളാണ് എത്തിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഇവ മോർച്ചറിയിൽ സ്ഥാപിക്കുമെന്നും എം വിജിൻ എംഎൽഎ പറഞ്ഞു. അത്യാധുനികമായ 4 ഫ്രീസറുകൾ കൂടി മോർച്ചറിയിൽ എത്തിയിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സീവേജ് ഒരു വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ സീവേജ് പ്ലാന്റ് നേരത്തെ ഉണ്ടായിരുന്ന STPയുടെ സീവേജ് പ്ലാന്റിൻ്റെ അറ്റകുറ്റപ്പണി അത് ഇന്നലെ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ഏജൻസിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അത് കാലപ്പഴക്കം വന്നിട്ടുള്ള സീവേജ് പ്ലാന്റാണ്. ഒരു പുതിയ സീവേജ് പ്ലാന്റ്, അത്യാധുനികമായൊരു സീവേജ് പ്ലാന്റ് എന്നത് ആവശ്യമാണ് എന്നിടത്ത് തദ്ദേശ ഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട എം പി രാജേഷ് മിനിസ്റ്ററോട് കഴിഞ്ഞ കേരള നിയമസഭാ സമ്മേളനത്തിൽ തന്നെ MLA എന്ന രീതിയിൽ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 8 കോടി രൂപ ഇവിടെ ഒരു പുതിയ സീവേജ് പ്ലാന്റിന് STPക്ക് അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.